വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗുമായിട്ട് കിടപ്പറ പങ്കെടുക്കുകയും പിണറായി വിജയനോ ഇടതുപക്ഷവും അല്ലാതെ ആര് എന്ന് ഉയർത്തിക്കാട്ടാൻ പോലും പറ്റാത്ത നിലയിൽ ദുർബലമായ സംവിധാനമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചും അദ്ദേഹവും അത്തരത്തിലുള്ള ചില ഗതികേടുകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ബി ജെ പി ഭരണത്തെ പിന്തുണച്ചുകൊണ്ട് പലരും പല പ്രസ്താവനകളും നടത്തുന്നത് അവരുടെ ഗതികേടാണ്. SNDPയും NSSും ഒഴിച്ചു നിർത്തപ്പെടേണ്ട ഒരു സംവിധാനമോ സംഘടനയോ അല്ല. മതനിരപേക്ഷതയുടെ നിറകുടമായ സംവിധാനമാണ് SNDP. മുസ്ലിം മതവിശ്വാസങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ കുറഞ്ഞ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. അത് പലപ്പോഴും പ്രായാധിക്യത്തിന്റെയോ മറ്റോ കാരണങ്ങൾക്ക് പലപ്പോഴും വന്നു പോകാറുണ്ട്. ആ നിലയിൽ പിണറായി വിജയനെ അയ്യപ്പ ഭക്തനായി വിശേഷിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ കണ്ടാൽ മതി. ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ജലീൽ പുനലൂരാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് CPM അല്ലെങ്കിൽ LDF മത നേതാക്കന്മാരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്തുനിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് മുൻകരുതലായിട്ട് നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വ്യാപകമായ പ്രചാരണം നമ്മുടെ സംസ്ഥാനത്ത് ചിലർ നടത്തുന്നുണ്ട്. എന്നാൽ CPMനെ പോലെയുള്ള ഒരു പാർട്ടി അത്തരത്തിലുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകും എന്ന് കേരളീയ മതേതര പൊതുസമൂഹം വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഇത്രയും കാലഘട്ടത്തിൽ ഈ ജാതിമത വർഗീയ സങ്കുചിത ചിന്തകൾ പുലർത്തുന്ന സംഘടനകൾക്ക് എതിരായിട്ട് നിതാന്ത ജാഗ്രത സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM അത്തരമൊരു നീക്കത്തിലേക്ക് പോകുമെങ്കിൽ, പോകില്ല എന്ന് 100% ഉറപ്പാണ്, പോകുമെങ്കിൽ അത് വലിയ അപകടകരമായിരിക്കും എന്നുള്ളതിലും തർക്കമില്ല. പക്ഷെ അപ്പോഴും പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓരോ നീക്കങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും അല്ലെങ്കിൽ NSSനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്നതാണ് പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ പലരും മനസ്സിലാക്കുന്നത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന CPM പാർട്ടി ഇപ്പോൾ മതങ്ങളുമായി ചേർന്ന് പോകുന്നുണ്ടോ എന്നൊരു സംശയമാണ്. നോക്കൂ, SNDPയും NSSും ഒഴിച്ചു നിർത്തപ്പെടേണ്ട ഒരു സംവിധാനമോ സംഘടനയോ അല്ല. NSS എന്ന് പറയുന്നത് കേരളത്തിന്റെ നവോത്ഥാന മേഖലകളിൽ വലിയ സംഭാവന അർപ്പിച്ച മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ഒരു കറകളഞ്ഞ മതേതരവാദി വിഭാവന ചെയ്ത ഒരു സംവിധാനമാണ്. കുമാരനാശാനെ പോലെ, ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഉള്ള മനീഷികൾ പടുത്തുയർത്തിയ ഒരു മതനിരപേക്ഷതയുടെ നിറകുടമായ സംവിധാനമാണ് SNDP. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു സർക്കാരിൻ്റെയും ഏതൊരു പാർട്ടിയുടെയും ഏതൊരു സമൂഹത്തിൻ്റെയും ബാധ്യത. എന്നാൽ ഇത്തരം സംഘടനകളിൽ ചില അരുതായ്മകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതിൽ ഏതെങ്കിലും ചില വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിനെ ചെറുക്കപ്പെടേണ്ടതും. പക്ഷെ അപ്പോഴും നമ്മൾ കണ്ടിരുന്നു, ശബരിമല അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിണറായി വിജയനോട് തോളോട് തോൾ ചേർന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആ ഒരു വേദിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകൾ കേരളത്തിൽ വർഗീയത നിറയ്ക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളെ മാറ്റി നിർത്തണം എന്നുള്ള ആഹ്വാനവുമായിട്ട് മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വ്യക്തി പിണറായി വിജയനെ പോലെ നമ്മുടെ മുഖ്യമന്ത്രി ചേർത്ത് നിർത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. അത് വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ സഖാവ് പിണറായി വിജയനേക്കാൾ ഒരു പടി കടന്ന് കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ തിരുത്താൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ ഒരു സംവിധാനത്തിന്റെ പ്രതിനിധികളിൽ ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി സംഘപരിവാറും മറ്റു വർഗീയ സംഘടനകളും ആ സംസ്ഥാനങ്ങളെയും ജനതയും കീഴടക്കാൻ അവർക്ക് സാധിച്ചത് ഇത്തരം കുറുക്കുവഴികളിലൂടെയാണ്. കാരണം മതനിരപേക്ഷ സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുടെ നേതാക്കളെ ആദ്യം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. കേരളത്തിൽ ഉണ്ടാകരുത് എന്നുള്ള തികഞ്ഞ ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് കണിച്ചകുളങ്ങരയിൽ പോയിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ശ്രീ വെള്ളാപ്പള്ളി നടേശനോ SNDPക്കോ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അടക്കം പോയത്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 30 വർഷത്തിലധികമായി കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയായ SNDPയുടെ തലപ്പത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ സംഘടനാ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുവോളം അദ്ദേഹത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് സർക്കാരിന്റെയും നേരത്തെ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിന്റെയും ബാധ്യതയാണ്. എന്നാൽ അദ്ദേഹം തെറ്റായ ചില പ്രസ്താവനകൾ സമീപകാലത്ത്
ആവർത്തിച്ച് നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹം അത് ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ല എന്ന് മാത്രമല്ല, ആ നിലയിലുള്ള ഒരു സംവിധാനത്തെയും പ്രോത്സാഹിപ്പിച്ച ഒരു ചരിത്രവും കേരളീയ പൊതു മതേതര മനസ്സുകൾക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ശബരിമല അയ്യപ്പ സംഗമ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ് പിണറായി വിജയൻ എന്ന്. പക്ഷെ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ പിണറായി വിജയൻ ആണെങ്കിലും അതിന് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞ് തിരുത്തുന്നതും നമ്മൾ ആരും എവിടെയും കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ കാര്യങ്ങളും CPM അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? ഇതൊരു ചെറിയ കാര്യം മാത്രമാണ്. അല്ല, അതിനുള്ള മറുപടി ഇന്നലെ കൃത്യമായിട്ട് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ NSSന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായ ശ്രീ KB ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഇപ്പോൾ ആരും മുഖവിലേക്കെടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, എനിക്ക് മുസ്ലിം സമുദായവുമായി ഒരു എതിർപ്പുമില്ല എന്ന് മാത്രമല്ല, എൻ്റെ കൂടപ്പിറപ്പുകളാണ്. സ്വകാര്യ സംഭാഷണങ്ങളിൽ എല്ലാവരോടും അദ്ദേഹം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരെ, വിശ്വസ്തരായ ജീവനക്കാരെ വീട്ടിലടക്കം അദ്ദേഹം വെച്ചിട്ടുള്ളത്, കണക്ക് കാര്യങ്ങൾ നോക്കാൻ പോലും വെച്ചിട്ടുള്ളത് മുസ്ലിങ്ങളെയാണ്. അപ്പൊ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സമുദായം മുസ്ലിം സമുദായമാണെന്ന് അദ്ദേഹവുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ അദ്ദേഹം കൃത്യമായി പറയാറുണ്ട്. എന്നാൽ അതിനുശേഷം ഒരു പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുന്ന പ്രസ്താവനകൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്നും ഉള്ളതല്ല. അത് പലപ്പോഴും പ്രായാധിക്യത്തിന്റെയോ മറ്റോ കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും വന്നു പോകാറുണ്ട്. ആ നിലയിൽ പിണറായി വിജയനെ അയ്യപ്പ ഭക്തനായി വിശേഷിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ കണ്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അപ്പോ മറ്റൊരു കാര്യമുള്ളത്, മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെയധികം മോശമായിട്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ കുറഞ്ഞ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, മലപ്പുറം ഒരു മുസ്ലിം ജില്ലയാണ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു മുസ്ലിം രാഷ്ട്രമായി തന്നെ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു, UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുന്നത്, പാകിസ്ഥാനെ പോലെ ആകും കേരളത്തിന്റെ അവസ്ഥ എന്ന്. ഇതൊക്കെ എത്രത്തോളം സാധാരണ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ? നോക്കൂ, കേരളത്തിലും ദേശീയ തലത്തിലും BJP ഭരണത്തെ പിന്തുണച്ചുകൊണ്ട് പലരും പല പ്രസ്താവനകളും നടത്തുന്നത് അവരുടെ ഗതികേടാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചും അദ്ദേഹവും അത്തരത്തിലുള്ള ചില ഗതികേടുകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. ഈ പല ലോണുകളുടെയും മറ്റുമൊക്കെ വായ്പ സംബന്ധിച്ചിട്ടുള്ള തട്ടിപ്പുകളുടെയും മറ്റുമൊക്കെ കഥകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ പ്രതിയാക്കപ്പെടുകയോ ED ഒരു പക്ഷേ എൻ്റെ വീടിന് മുന്നിൽ എത്തപ്പെടുകയോ ചെയ്യും എന്നുള്ള ഒരു ഭയം ഇത്തരത്തിലുള്ള ആളുകളെ, കാരണം അവരെ സംബന്ധിച്ച് നമ്മെ പോലെയല്ല, പലതും ഭയക്കുവാനുണ്ട്, പലരും നഷ്ടപ്പെടുവാനുണ്ട്. അപ്പൊ ആ നിലയിൽ പലരെയും പ്രീതിപ്പെടുത്തേണ്ട ഒരു ബാധ്യത വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന്മാർക്ക് ഇന്ന് വന്നു ഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ഗതികേടിൽ നിന്നാണ് ഈ മലപ്പുറം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രീതിയിലേക്കൊക്കെ ചില ചർച്ചകളെ അദ്ദേഹം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒന്നുറപ്പുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗുമായിട്ട് കിടപ്പറ പങ്കിടുകയും അവരുമായി വലിയ രീതിയിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിച്ച ഒരു കാലഘട്ടത്തിലും മുസ്ലിം ലീഗിനെയും അതിന്റെ നയനിലപാടുകളെയും നഖശികാന്തം എതിർത്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങളുടെയൊക്കെ ജീവിതം തന്നെ ഒരു പക്ഷേ ലീഗിന്റെ നയനിലപാടുകളെ എതിർക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. 32 വർഷമായി ഞങ്ങൾ ലീഗിനെതിരെ പടപൊരുതുകയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും, ലീഗിനെ ഞങ്ങൾ ഇന്ന് നയപരമായിട്ട് എതിർക്കുമ്പോഴും, വെള്ളാപ്പള്ളി നടേശൻ ലീഗിനെ ആക്രമിക്കുന്ന ആ ശൈലി നിരുത്തരവാദപരമാണ്. ലീഗിൽ പിഴവുകളുണ്ട്, ലീഗ് നേതാക്കൾക്ക് കുറവുകളുണ്ട്, അവർക്ക് സാമുദായികവാദമുണ്ടാകാം. പക്ഷേ അവരിൽ കടുത്ത മതവർഗീയത ആരോപിക്കുന്നത് അപകടകരമായ ഒരു സൂചനയാണ്. അത് വെള്ളാപ്പള്ളി നടേശനോട് ഒരു നിലയ്ക്കും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യവും. ഓക്കെ, ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ തുടർ ഭരണത്തിലേക്ക് എത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് CPM-നുള്ളത്. പക്ഷെ അപ്പോഴും ഇത്രയും നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന വലിയ വലിയ വിവാദങ്ങളാണ് പിണറായി സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല അയ്യപ്പ വിവാദമാണെങ്കിലും, ഏറ്റവും അവസാനമായിട്ട് വന്ന പിണറായി വിജയന്റെ മകനെതിരെയുള്ള ED നോട്ടീസ് വിവാദമാണെങ്കിലും, ഇതെല്ലാം തന്നെയും പിണറായി വിജയനെതിരെയുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ഇടത് സർക്കാരിനെതിരെയുള്ള വിശ്വാസത്തെ ഊന്നിക്കൊണ്ടുള്ളതാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും തുടർ ഭരണത്തിലേക്ക് ലഭിക്കും, അല്ലെങ്കിൽ പിണറായി 3.0 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുമെന്ന് എങ്ങനെയാണ് വിശ്വസിക്കാനും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്? നോക്കൂ, ജാതിമത സംവിധാനങ്ങളുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള മതമേലധ്യക്ഷന്മാരുടെയോ ആശീർവാദങ്ങൾ ഇല്ലാതെ തന്നെ ഈ 2 തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണത്തിലേറിയ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത് ആധുനിക കാലത്തെ മലയാളി സമൂഹം, വിശിഷ്യ പുതുതലമുറ
ലോകക്രമത്തിൽ എന്ത് ആഗ്രഹിക്കുന്നു, കേരളം എങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം സഫലീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ ഉയർത്തുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പോരായ്മകൾ കണ്ടേക്കാം, അത് തിരുത്തുകയും അനിവാര്യമാണ്. എന്നാൽ കേരള ചരിത്രത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ തുല്യതയില്ലാതെ മുന്നേറിയ ഒരു സർക്കാരാണ് ഒന്നാം രണ്ടാം പിണറായി സർക്കാരുകളെന്ന് എതിർപക്ഷം പോലും പ്രതിപക്ഷം പോലും എതിരഭിപ്രായമുള്ളവർ പോലും അടിവരയിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിണറായി വിജയനോ ഇടതുപക്ഷവോ അല്ലാതെ ആര് എന്ന് ഉയർത്തിക്കാട്ടാൻ പോലും പറ്റാത്ത നിലയിൽ ദുർബലമായ സംവിധാനമാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണം, അത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും സാമുദായിക ചുറ്റുപാടുകളുടെ പിന്തുണയോടെയോ ഒന്നും അല്ല, തികച്ചും പരിഷ്കൃതനായ മലയാളിയുടെ പൊതു മനസ്സാക്ഷിയുടെ അംഗീകാരം നേടിക്കൊണ്ട് ഒരു വികസന കുതിപ്പിനുള്ള മലയാളിയുടെ ഒപ്പുചാർത്തലായിക്കൊണ്ട് മൂന്നാം തുടർ ഭരണം സമീപഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് മാത്രമല്ല, ഇടതുപക്ഷ പ്രവർത്തകർക്ക് മാത്രമല്ല, കേരളീയ പൊതുമണ്ഡലം ആ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ, ഇത്രത്തോളം ഒക്കെ ആണെന്ന് പറയുമ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾ ഇറങ്ങി ചെന്ന് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക ഒരു വിഭാഗം ആളുകളും ഇപ്പോഴും പിണറായി സർക്കാരിനെ എതിർത്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലാണ്. അടുത്തൊരു തുടർഭരണം വരണമെന്നില്ല, മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ജനങ്ങളുടെ ഒരു ഭരണവിരുദ്ധത ഇപ്പോൾ ഇത്രയും കൂടുതൽ പ്രകടമാകുന്നത്? പിണറായി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ജനങ്ങൾ അറിയാതെ പോകുന്നതാണോ? അല്ല, നോക്കൂ, ഈ പൊതു മനസാക്ഷിയുടെ ചിത്രം എന്ന് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കുന്നത് ഈ ചില വാർത്താ ചാനലുകളുടെ ഡിബേറ്റുകളോ അല്ലെങ്കിൽ അവരുടെ ക്ലിപ്പുകളോ ഒക്കെയാണ്. ഈ വാർത്താ മാധ്യമങ്ങൾ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ ഒന്നാകെ തന്നെ കോർപ്പറേറ്റുകളും ചില വർഗീയ സംഘടനകളും കീഴ്പ്പെടുത്തിയ ഒരു സംവിധാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിലവിലുള്ള ഒരു ഭരണ സംവിധാനം തുടരുക എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന ചില കോർപ്പറേറ്റുകളുടെയും ചില വർഗീയ പിന്തുണപ്പൻ ശക്തികളുടെയും ഒക്കെ ചിന്തകൾക്ക് അപ്പുറം, അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതുതലമുറയുടെ ലോകം കാണുന്ന വിദ്യാസമ്പന്നനായ സംസ്കാര സമ്പന്നനായ മലയാളി ആഗ്രഹിക്കുന്ന തരത്തിൽ മതനിരപേക്ഷതയിലൂന്നിയ, വികസന കാഴ്ചപ്പാടിലൂന്നിയ, പുരോഗമനാത്മ നിലപാടിലൂന്നിയ ഒരു പ്രതീക്ഷയുമായി കേരളീയ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ഇടതുപക്ഷം ഇടം നേടിയിട്ടുണ്ട്, പിണറായി സർക്കാർ ഇടം നേടിയിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂന്നാം തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് CPM അടുത്ത ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ BJPയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ചില സാധ്യതകളുണ്ട്, BJPയും CPMും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു വിമർശനങ്ങൾ എത്രത്തോളം സത്യസന്ധതയുള്ളതാണ്, അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം തന്നെയും CPMനെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ടൂളുകൾ മാത്രമാണോ? ഞാൻ അതിന് ഉത്തരം ഇത് തന്നെ. നേരത്തെ പറഞ്ഞ ഈ കോർപ്പറേറ്റ് സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, അത് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായി നടത്തുന്ന ഒരു പ്രചരണമാണ്. പക്ഷെ എന്നെപ്പോലുള്ള ഒരാൾക്ക് അത് ഈ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ഗ്രാമത്തിന്റെയും കണക്കെടുത്താൽ 300-ലധികം രക്തസാക്ഷികളെ RSSനും സംഘപരിവാറിനും എതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് വേണ്ടി സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനം CPM അല്ലാതെ വേറെ ഏതാണ്? അതിന്റെ ഏതൊരു നേതാവാണ് നേരിട്ട് കായികമായിട്ട് RSSുമായിട്ട് ഏറ്റുമുട്ടാത്തത്? അത്തരത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി അഭിനയിച്ചുകൊണ്ട് എത്തുന്ന, അല്ലെങ്കിൽ പ്രതിരോധം അപരാധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ കുത്തക ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ഏത് സംഘടനയാണ് നേരിട്ട് RSSുമായിട്ട് ഏറ്റുമുട്ടി പടക്കളത്തിൽ പോരാടി മരിച്ചിട്ടുള്ളത്? അതിന് അവകാശം ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അതുകൊണ്ട് CPMലുള്ള ഒരു BJP ബാന്ധവ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത് കേരളീയ പൊതുസമൂഹം തള്ളിക്കളയുന്ന ഒന്നാണ്. അത് നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ തമാശയായി, പരിഹാസമായി അവശേഷിക്കും. പക്ഷേ ഈ വിമർശനത്തിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോ BJP എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ ഹിന്ദു വർഗീയത വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ CPMന്റെ ഓരോ നീക്കങ്ങളും അത്തരത്തിൽ ഇപ്പോൾ NSSന്റെ അല്ലെങ്കിൽ SNDPയുടെ ഒക്കെ നേതാക്കന്മാരെ ചേർത്ത് നിർത്തുമ്പോൾ അതാണെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് CPMും ഹിന്ദുമത വിശ്വാസത്തെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതല്ലേ. കാര്യം മറ്റു മതവിശ്വാസങ്ങളെ ചേർത്ത് നിർത്തുന്നതോ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് CPMൽ കണ്ടുവരുന്നില്ലല്ലോ. അല്ല, അതൊരു കുപ്രചരണമാണ്, അതൊരു അവാസ്തവമായ കാര്യമാണ്. NSSനെയും SNDPയെയും മാത്രമല്ല എന്ന് പറഞ്ഞാൽ സാമുദായിക സംഘടനകളെ ചേർത്ത് നിർത്തുക എന്നുള്ളതല്ല അടിസ്ഥാനം.
കേരളീയ പൊതുസമൂഹത്തിൽ ഒരു വലിയ സമൂഹം മതവിശ്വാസികളും മതാചാരങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. അവർ വ്യത്യസ്ത സംഘടനകളിൽ മതസംഘടനകൾ വിശ്വാസമുള്ളവരാണ്. ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ, കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു ആരോപണം പോലും BJP ഉയർത്തുന്നുണ്ട്. NSSനെയും SNDPയെയും പോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ ചേർത്ത് നിർത്തിയ ഒന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടും ഒഴികെയുള്ള മുഴുവൻ മതനിരപേക്ഷ സങ്കല്പത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന എല്ലാ മുസ്ലിം സാമുദായിക സംഘടനകളെയും ചേർത്ത് പിടിച്ചൊരു സർക്കാരാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, ക്രിസ്തീയ സഭകളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിക്കൊണ്ട്, അതൊരു പക്ഷേ അവർക്ക് കീഴ്പ്പെടലല്ല, സാമുദായിക സംഘടനകൾക്ക് കീഴ്പ്പെടലല്ല, ആ വിഭാഗത്തിൽപ്പെട്ട സമൂഹങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ്. ഇപ്പൊ നോക്കൂ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മദ്രസ അധ്യാപകർ, അവരുടെ ശമ്പളം നമ്മൾ ഞെട്ടിപ്പോകും. പ്രതിമാസം 6000 രൂപയാണ്, 200 രൂപയാണ് അവരുടെ പ്രതിമാസ ശമ്പളം. അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു മദ്രസ ക്ഷേമനിധി ബോർഡ് കൊണ്ടുവരികയും കാരാട്ട് റസാഖിനെ പോലെ പരിണയപ്രജ്ഞനായ ഒരു മുൻ MLA അതിന്റെ തലപ്പത്ത് കൊണ്ടുവന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരിഹാരം നേടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്ത ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്, സംസ്ഥാനത്തുണ്ടാകുന്നത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. പാണക്കാട് തങ്ങളുടെ ആശീർവാദത്തോടു കൂടി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുസ്ലിം സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവർ ഇവിടെ ഒരുപാട് കാലം ഉപമുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഒക്കെ ആയിട്ടുണ്ട്, ഹജ്ജ് മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. അന്നൊന്നും കാണാനാകാത്ത ഇത്തരം കൂട്ടിച്ചേർക്കൽ, കൂട്ടിപ്പിടുത്തങ്ങൾ നടത്തുന്ന, അതിൽ മതവും ജാതിയും സാമുദായിക സങ്കല്പം അപ്പുറം മദ്രസ അധ്യാപകനായാലും ക്ഷേത്ര പൂജാരിയായാലും കപ്പ്യാരായാലും എല്ലാ ആളുകളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിൽ സാമുദായിക ധ്രുവീകരണ ആരോപണമോ അതല്ലെങ്കിൽ വർഗീയ ദുരാരോപണങ്ങളോ ചാർത്തൽ അനുഫലഷണീയമാണ്. അത് അത്തരം ആരോപണം ഉന്നയിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം.